ഇന്ന് നമുക്ക് ക്രിയേറ്റീവ് ലിവിങ് എന്താണ്, ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ക്രിയേറ്റീവ് ലിവിങ് എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നന്മ ഉണ്ടാവുള്ളൂ, നമുക്ക് ഐശ്വര്യം വരുള്ളൂ, സന്തോഷം വരുള്ളൂ, ആരോഗ്യം വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ ലഭിക്കാൻ നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ, നമ്മുടെ താമസയിടം, നമ്മൾ പ്രവർത്തിക്കുന്ന സ്ഥലമൊക്കെ പോസിറ്റീവ് വൈബുള്ളതും ക്രിയേറ്റിവിറ്റി ഉത്തേജിപ്പിക്കുന്നതുമായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും അതനുസരിച്ചുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ അതിൽ ക്രിയേറ്റീവ് ലിവിങ് എന്ന ഒരു കൺസെപ്റ്റിൽ ഫ്ലവേഴ്സിൻ്റെ ക്രിയേഷൻ അത് എത്രത്തോളം മഹത്തരമാണ്, എത്രത്തോളം അതിന് പ്രാധാന്യമുണ്ട് എന്ന് കൂടി നമുക്ക് നോക്കാം. ഫ്ലവേഴ്സ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ വിവിധ രീതിയിലുള്ള ഫ്ലവേഴ്സുകൾ നമുക്ക് ബാസ്ക്കറ്റിലായിട്ടും അതല്ലെങ്കിൽ ബേസുകളിലായിട്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇടങ്ങളെ മനോഹരമാക്കുന്ന രീതിയിൽ പല മെറ്റീരിയൽസുകൾ ഉപയോഗിച്ച് പല രീതിയിൽ പല ആകൃതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ്. അത് നമ്മുടെ കണ്ണിന് ഇമ്പം തരുന്നതായിരിക്കണം, നമ്മെ സന്തോഷിപ്പിക്കുന്നതായിരിക്കണം. നമ്മൾ ഏത് സ്ഥലത്താണോ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടുവെക്കുന്നത് അവിടെ ഒരു പ്രകാശപൂരിതമാക്കുക, അതല്ലെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് വൈബുള്ളതാക്കുക എന്നുള്ളതായിരിക്കണം അതിൻ്റെ ധർമ്മം. അപ്പോൾ അതിന് കുറേ നിബന്ധനകളുണ്ടാകും. തീർച്ചയായിട്ടും ഏത് ഫ്ലവറും ഏത് രൂപത്തിലും പല രീതിയിൽ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്താൽ അതിന് വൃത്തിയോ ഭംഗിയോ അല്ല കാണാനൊരു ഇമ്പമോ താളമോ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് ആ കളർ ബാലൻസിനനുസരിച്ച് നമ്മുടെ ഫോക്കൽ പോയിൻറ്റിനെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഒരു കൃത്യമായ ആകൃതിയിലും കൃത്യമായ ഷേപ്പിലുമൊക്കെ ആക്കി വെച്ചതിന് ശേഷം അത് നമുക്ക് സന്തോഷം തരുന്നുണ്ടോ, അത് ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എങ്കിലാണ് അത് യഥാർത്ഥത്തിൽ നല്ല ഒരു ബാസ്ക്കറ്റ് അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ബൊക്കെ എന്നൊക്കെ നമുക്ക് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മുടെ ക്രിയേറ്റീവ് ലിവിങ്ങിൽ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മൾ ലിവിങ് സ്പേസ് മനോഹരമാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതേപോലെ പ്ലാന്റുകളെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഫ്ലവേഴ്സിൻ്റെ പ്ലാന്റുകളുടെ നാച്ചുറലായിട്ടുള്ള എലമെൻസുകളുടെ ഒരു താളലയത്തോടു കൂടി അത് നമ്മൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ലിവിങ് സ്പേസുകൾ വളരെ ക്രിയേറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതുമായിട്ട് മാറുക. അതിനായിട്ട് നമുക്ക് നാം പുറമേ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതുണ്ടാവാം, നമ്മൾ റെഡിമെയ്ഡായിട്ട് ലഭിക്കുന്നതുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ സിംഗിൾ ഫ്ലവേഴ്സ് മറ്റും വാങ്ങിയിട്ട് ചെറിയ ബേസുകളിലും ബാസ്ക്കറ്റുകളൊക്കെ വെക്കുന്നതായിരിക്കാം. ചുവരിൽ നമ്മൾ ആണിയടിച്ച് അതല്ലെങ്കിൽ തൂക്കിയിടുന്നതായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ പല രൂപത്തിലായിട്ട് നാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ഒന്ന് വാങ്ങി അത് ഒരിടത്ത് സൂട്ടബിൾ അല്ലെങ്കിൽ മറ്റൊരിടത്ത് കൊണ്ടുവെക്കുന്നു, അവിടെയും സൂട്ടബിൾ അല്ലെങ്കിൽ മറ്റൊരിടത്ത് കൊണ്ടുവെക്കുന്നു എന്നൊരു ഒരു രീതിയിലാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ കളർ പാറ്റേണിനോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന മറ്റംഗങ്ങളുടെ ഇഷ്ടത്തിനോ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കൂട്ടായ ചർച്ചയിലൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറിലൊക്കെ ചെയ്ത് വെച്ചാൽ കോമൺ സ്ഥലത്ത് അങ്ങനെ വെക്കാം, നമ്മുടേതായ ഇടങ്ങളിൽ അങ്ങനെ വെക്കാം. അങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മുടെ സന്തോഷം ഇരട്ടിപ്പിക്കും. നമുക്ക് തന്നെ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ ഇതുവഴി സാധ്യമാണ്.